ഗുഡ് മോർണിംഗ്. ഷാഡോ ബ്രോഡ്കാസ്റ്റിൻ്റെ ഫ്രീ എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ എൻ്റെ പേര് മൂസിന കെ. ഞാനൊരു സോഷ്യൽ സയൻസ് ടീച്ചറാണ്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സ്റ്റോൺ ഏജ് പീരീഡിനെ കുറിച്ചിട്ടാണ് അല്ലേ. അപ്പോൾ സ്റ്റോൺ ഏജ് പീരീഡിലെ ആദ്യത്തെ പീരീഡായ അല്ലെങ്കിൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷനായ പ്രാചീന ശിലായുഗത്തെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലേ. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ കണ്ടിന്യൂവേഷനായ സെക്കൻഡ് ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. അതാണ് ഏത്? മെസോലിത്തിക് പീരീഡ് അല്ലെങ്കിൽ മധ്യശിലായുഗം. നമ്മൾ പറഞ്ഞു സ്റ്റോൺ ഏജിന് നമ്മൾ പാലിയോലിത്തിക് പീരീഡ് അല്ലെങ്കിൽ പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം എന്നിങ്ങനെ 3 പീരീഡായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പൊ അതില് മധ്യശിലായുഗത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. എന്താണ് മധ്യശിലായുഗം? നോക്ക്, ഈ പിക്ചർ ഒന്ന് നോക്കി എല്ലാവരും. നമ്മൾ പ്രാചീന ശിലായുഗത്തിൽ കണ്ട പിക്ചറിൽ നിന്ന് തികച്ചും വ്യത്യസ്തമല്ലേ ഈ ചിത്രം അല്ലേ? പ്രാചീന ശിലായുഗത്തിൽ നമ്മൾ എന്താ കണ്ടേ? അവരെങ്ങനെയാ ജീവിക്കുന്നത്? ഗുഹകളിലായിരുന്നല്ലേ. മധ്യശിലായുഗത്തിലെ പിക്ചർ നോക്ക്, അവരുടെ വസ്ത്രധാരണ രീതിയിൽ വരെ മാറ്റം വന്നു അല്ലേ. ഇപ്പൊ എങ്ങനെയായിരുന്നു പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യന്റെ വസ്ത്രധാരണം? ഞാൻ പറഞ്ഞു ഇലകൾ കൊണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലേ. ഇവിടെ നോക്ക്, അവര് അതിനേക്കാളും കുറച്ചും കൂടെ ഡെവലപ്ഡ് ആയില്ലേ. ഓക്കെ, അതുപോലെ തന്നെ ഗുഹകളിൽ നിന്നും മാറി അവര് ഒരു ടെന്റ് പോലെ കെട്ടി താമസിക്കാൻ തുടങ്ങിയില്ലേ. അപ്പൊ ഇതൊക്കെയാണ് മധ്യശിലായുഗത്തിന്റെ പ്രത്യേകതകൾ. അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ മധ്യശിലായുഗത്തിലെ മനുഷ്യൻ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അവരുടെ ഭക്ഷ്യരീതി എന്തെല്ലാമായിരുന്നു, അവരെത്തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് തുടങ്ങിയ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അവരുടെ ജീവിത രീതിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ മധ്യശിലായുഗം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. എന്താണ് മധ്യശിലായുഗം? മധ്യശിലായുഗത്തിലെ ആയുധങ്ങൾ നോക്കിയേ. ശിലായുധങ്ങൾ എങ്ങനെയാണെന്ന് നോക്കിയേ. നമ്മൾ പ്രാചീന ശിലായുഗത്തിലെ ആയുധങ്ങൾ എങ്ങനെയായിരുന്നു? നമ്മൾ പറഞ്ഞു നല്ല വെയിറ്റ് ഉള്ള, ഭാരമുള്ള, ഷേപ്പ് ഇല്ലാത്ത ആയുധങ്ങളാണ് അവരെന്തിനു ഉപയോഗിച്ചിരുന്നത്? ഇര തേടാനും വേട്ടയാടാനും ഒക്കെ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ മധ്യശിലായുഗമായപ്പോഴേക്കും അല്ലെങ്കിൽ മെസോലിത്തിക് പീരീഡ് ആയപ്പോഴേക്കും അവരുടെ ആയുധങ്ങളുടെ ഷേപ്പിലൊക്കെ മാറ്റം വന്നു. എന്താണ്? അവര് ചെറിയ ചെറിയ ആയുധങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി. നോക്കൂ, എങ്ങനത്തെയാണ്? ചെറിയ എല്ലുകളും കല്ലുകളൊക്കെ കൊണ്ട് ചെറിയ ആയുധങ്ങൾ. അതുകൊണ്ട് തന്നെ മധ്യശിലായുഗത്തെ നമ്മൾ മൈക്രോലിത്തിക് പീരീഡ് എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. മൈക്രോലിത്തിക് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായ ആയുധങ്ങൾ ഉപയോഗിച്ച പീരീഡ് എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ മെസോലിത്തിക് പീരീഡിന്റെ അല്ലെങ്കിൽ മധ്യശിലായുഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ശിലായുധങ്ങളിൽ വന്ന മാറ്റം തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. പരുക്കനായുധങ്ങൾ ഉപയോഗിച്ചിരുന്ന മനുഷ്യരിൽ നിന്ന് ഒന്ന് ചേഞ്ച് ആയിട്ട് എന്തുപയോഗിച്ചു? ഷേപ്പായിട്ടുള്ള അല്ലെങ്കിൽ മിനുസമുള്ള കൂർത്ത ആയുധങ്ങള് അല്ലെങ്കിൽ ഭാരം കുറഞ്ഞ ആയുധങ്ങൾ ഉപയോഗിക്കാൻ മധ്യശിലായുഗ മനുഷ്യൻ തുടങ്ങി. ഓക്കെ, അപ്പൊ ആയുധങ്ങളുടെ ചിത്രങ്ങളൊന്നും നോക്കിട്ടാ, എങ്ങനെയാണ് നോക്ക്. ഓക്കെ, മധ്യശിലായുഗം ഞാൻ പറഞ്ഞു എങ്ങനെയാണ്? സൂക്ഷ്മവും മുനയുള്ളതുമായ ശിലായുധങ്ങൾ ഉപയോഗിച്ച കാലഘട്ടമാണ് മധ്യശിലായുഗം. നമ്മൾ ആ ചിത്രത്തിൽ കണ്ടല്ലേ. എന്താണ്? സൂക്ഷ്മവും മുനയുള്ളതുമായ ശിലായുധങ്ങൾ ഉപയോഗിച്ച കാലഘട്ടമാണ് നമ്മൾ എന്ത് പറയുന്നത്? മധ്യശിലായുഗം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ ഓർത്ത് വയ്ക്കുക. സൂക്ഷ്മവും മുനയുള്ളതുമായ ശിലായുധങ്ങൾ ഉപയോഗിച്ച കാലഘട്ടത്തെയാണ് നമ്മൾ മധ്യകാല ശിലായുഗം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, എന്താണ് മധ്യശിലായുഗത്തെ സൂക്ഷ്മശിലായുഗം എന്ന് വിശേഷിപ്പിക്കുന്നത്? എന്തുകൊണ്ടാ? മധ്യശിലായുഗത്തെ നമ്മൾ സൂക്ഷ്മശിലായുധങ്ങൾ എന്നും വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ സൂക്ഷ്മവും മുനയുള്ളതുമായ ശിലായുധങ്ങളാണ് നമ്മൾ മധ്യകാലഘട്ടത്തില് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, മധ്യകാലയുഗത്തിലെ മനുഷ്യൻ സൂക്ഷ്മവും ചെറിയ ആയുധങ്ങൾ ഉപയോഗിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? എന്തിനു വേണ്ടിയിട്ടായിരിക്കും അവർ അങ്ങനത്തെ ചെറിയ മുനയുള്ള ചെറിയ ആയുധങ്ങൾ എന്തിനായിരിക്കും അവര് മധ്യകാലഘട്ടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടാവുക? പ്രധാനമായിട്ടും കമ്പിൽ കെട്ടി മൃഗങ്ങളെ വേട്ടയാടുക എന്ന് വെച്ചാല് ഒരു കമ്പ് എടുത്തിട്ട് എന്ത് ചെയ്യും? ഒരു കല്ലെടുത്തിട്ട് അതിനെ ഷേപ്പാക്കും, ചെറിയ സൂക്ഷ്മമാക്കും, ചെറിയ ആയുധമാക്കും. അവര് കമ്പിൽ കെട്ടിയിട്ട് അവരെന്ത് ചെയ്തു? അതുകൊണ്ട് അവര് വേട്ടയാടാൻ തുടങ്ങി. അപ്പൊ എന്താ? ഗുഡ് മോർണിംഗ്. ഷാഡോ ബ്രോഡ്കാസ്റ്റിന്റെ ഫ്രീ എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ എൻ്റെ പേര് മൂസിന കെ. ഞാനൊരു സോഷ്യൽ സയൻസ് ടീച്ചറാണ്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സ്റ്റോൺ ഏജ് പീരീഡിനെ കുറിച്ചിട്ടാണ് അല്ലേ. അപ്പൊ സ്റ്റോൺ ഏജ് പീരീഡിലെ ആദ്യത്തെ പീരീഡായ അല്ലെങ്കിൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷനായ പ്രാചീന ശിലായുഗത്തെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിന്റെ കണ്ടിന്യൂവേഷനായ സെക്കൻഡ് ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. അതാണ് ഏത്?
മെസോലിത്തിക് പീരീഡ് അല്ലെങ്കിൽ മധ്യശിലായുഗം. നമ്മൾ പറഞ്ഞു സ്റ്റോൺ ഏജിന് നമ്മൾ പാലിയോലിത്തിക് പീരീഡ് അല്ലെങ്കിൽ പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം എന്നിങ്ങനെ 3 പീരീഡായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പൊ അതില് മധ്യശിലായുഗത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. എന്താണ് മധ്യശിലായുഗം? നോക്ക്, ഈ പിക്ചർ ഒന്ന് നോക്കി എല്ലാവരും. നമ്മൾ പ്രാചീന ശിലായുഗത്തിൽ കണ്ട പിക്ചറിൽ നിന്ന് തികച്ചും വ്യത്യസ്തമല്ലേ ഈ ചിത്രം അല്ലേ? പ്രാചീന ശിലായുഗത്തിൽ നമ്മൾ എന്താ കണ്ടേ? അവരെങ്ങനെയാ ജീവിക്കുന്നത്? ഗുഹകളിലായിരുന്നല്ലേ. മധ്യശിലായുഗത്തിലെ പിക്ചർ നോക്ക്, അവരുടെ വസ്ത്രധാരണ രീതിയിൽ വരെ മാറ്റം വന്നു അല്ലേ? ഇപ്പൊ എങ്ങനെയായിരുന്നു പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യന്റെ വസ്ത്രധാരണം? ഞാൻ പറഞ്ഞു ഇലകൾ കൊണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലേ. ഇവിടെ നോക്ക്, അവര് അതിനേക്കാളും കുറച്ചും കൂടെ ഡെവലപ്ഡ് ആയില്ലേ. ഓക്കെ, അതുപോലെ തന്നെ ഗുഹകളിൽ നിന്നും മാറി അവര് ഒരു ടെന്റ് പോലെ കെട്ടി താമസിക്കാൻ തുടങ്ങിയില്ലേ. അപ്പൊ ഇതൊക്കെയാണ് മധ്യശിലായുഗത്തിന്റെ പ്രത്യേകതകൾ. അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ മധ്യശിലായുഗത്തിലെ മനുഷ്യൻ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അവരുടെ ഭക്ഷ്യരീതി എന്തെല്ലാമായിരുന്നു, അവർ എത്തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് തുടങ്ങിയ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അവരുടെ ജീവിത രീതിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോ മധ്യശിലായുഗം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. എന്താണ് മധ്യശിലായുഗം? മധ്യശിലായുഗത്തിലെ ആയുധങ്ങൾ നോക്കിയേ. ശിലായുധങ്ങൾ എങ്ങനെയാണെന്ന് നോക്കിയേ. നമ്മൾ പ്രാചീന ശിലായുഗത്തിലെ ആയുധങ്ങൾ എങ്ങനെയായിരുന്നു? നമ്മൾ പറഞ്ഞു നല്ല വെയിറ്റ് ഉള്ള, ഭാരമുള്ള, ഷേപ്പ് ഇല്ലാത്ത ആയുധങ്ങളാണ് അവരെന്തിനു ഉപയോഗിച്ചിരുന്നത്? ഇര തേടാനും വേട്ടയാടാനും ഒക്കെ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ മധ്യശിലായുഗമായപ്പോഴേക്കും അല്ലെങ്കിൽ മെസോലിത്തിക് പീരീഡ് ആയപ്പോഴേക്കും അവരുടെ ആയുധങ്ങളുടെ ഷേപ്പിലൊക്കെ മാറ്റം വന്നു. എന്താണ്? അവര് ചെറിയ ചെറിയ ആയുധങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി. നോക്കൂ, എങ്ങനത്തെയാണ്? ചെറിയ എല്ലുകളും കല്ലുകളൊക്കെ കൊണ്ട് ചെറിയ ആയുധങ്ങൾ. അതുകൊണ്ട് തന്നെ മധ്യശിലായുഗത്തെ നമ്മള് മൈക്രോലിത്തിക് പീരീഡ് എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. മൈക്രോലിത്തിക് എന്ന് പറഞ്ഞാല് സൂക്ഷ്മമായ ആയുധങ്ങൾ ഉപയോഗിച്ച പീരീഡ് എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോ മെസോലിത്തിക് പീരീഡിന്റെ അല്ലെങ്കിൽ മധ്യശിലായുഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ശിലായുധങ്ങളിൽ വന്ന മാറ്റം തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. പരിക്കനായുധങ്ങൾ ഉപയോഗിച്ചിരുന്ന മനുഷ്യരിൽ നിന്ന് ഒന്ന് ചേഞ്ച് ആയിട്ട് എന്തുപയോഗിച്ചു? ഷേപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ മിനുസമുള്ള കൂർത്ത ആയുധങ്ങള് അല്ലെങ്കിൽ ഭാരം കുറഞ്ഞ ആയുധങ്ങള് ഉപയോഗിക്കാൻ മധ്യശിലായുഗ മനുഷ്യൻ തുടങ്ങി. ഓക്കെ, അപ്പൊ ആയുധങ്ങളുടെ ചിത്രങ്ങളൊന്നും നോക്കിട്ടാ, എങ്ങനെയാണ് നോക്ക്. ഓക്കെ, മധ്യശിലായുഗം ഞാൻ പറഞ്ഞു എങ്ങനെയാണ്? സൂക്ഷ്മവും മുനയുള്ളതുമായ ശിലായുധങ്ങൾ ഉപയോഗിച്ച കാലഘട്ടമാണ് മധ്യശിലായുഗം. നമ്മൾ ആ ചിത്രത്തിൽ കണ്ടല്ലേ. എന്താണ്? സൂക്ഷ്മവും മുനയുള്ളതുമായ ശിലായുധങ്ങൾ ഉപയോഗിച്ച കാലഘട്ടമാണ് നമ്മൾ എന്ത് പറയുന്നത്? മധ്യശിലായുഗം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ ഓർത്ത് വെക്കുക. സൂക്ഷ്മവും മുനയുള്ളതുമായ ശിലായുധങ്ങൾ ഉപയോഗിച്ച കാലഘട്ടത്തെയാണ് നമ്മൾ മധ്യകാല ശിലായുഗം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, എന്താണ് മധ്യശിലായുഗത്തെ സൂക്ഷ്മശിലായുഗം എന്ന് വിശേഷിപ്പിക്കുന്നത്? എന്തുകൊണ്ടാ? മധ്യശിലായുഗത്തെ നമ്മള് സൂക്ഷ്മശിലായുധങ്ങൾ എന്നും വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ സൂക്ഷ്മവും മുനയുള്ളതുമായ ശിലായുധങ്ങളാണ് നമ്മൾ മധ്യകാലഘട്ടത്തില് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, മധ്യകാലയുഗത്തിലെ മനുഷ്യൻ സൂക്ഷ്മവും ചെറിയ ആയുധങ്ങൾ ഉപയോഗിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? എന്തിനു വേണ്ടിയിട്ടായിരിക്കും അവര് അങ്ങനത്തെ ചെറിയ മുനയുള്ള ചെറിയ ആയുധങ്ങൾ എന്തിനായിരിക്കും അവര് മധ്യകാലഘട്ടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടാവുക? പ്രധാനമായിട്ടും കമ്പിൽ കെട്ടി മൃഗങ്ങളെ വേട്ടയാടുക. എന്ന് വെച്ചാല് ഒരു കമ്പ് എടുത്തിട്ട് എന്ത് ചെയ്യും? ഒരു കല്ലെടുത്തിട്ട് അതിനെ ഷേപ്പാക്കും, ചെറിയ സൂക്ഷ്മമാക്കും, ചെറിയ ആയുധമാക്കും. അവര് കമ്പിൽ കെട്ടിയിട്ട് അവരെന്ത് ചെയ്തു? അതുകൊണ്ട് അവര് വേട്ടയാടാൻ തുടങ്ങി. അപ്പൊ അത് എന്തിന്റെ ഷേപ്പായിരുന്നു എന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കമ്പ്, ചെറിയൊരു മുന പോലത്തെ ഒരു ആയുധം അല്ലെങ്കിൽ ഒരു കല്ലുകൊണ്ടുള്ള ഒരു ആയുധമാണെങ്കിൽ അത് എന്തായിരിക്കും? അമ്പ് അല്ലേ. അപ്പൊ അമ്പ് കൊണ്ടുള്ള വേട്ടയാടൽ ആരംഭിച്ച കാലഘട്ടം എന്ന് പറയുന്നത് മധ്യശിലായുഗമായിരുന്നു. അത് ഉപയോഗിച്ചിട്ട് അവരെന്ത് ചെയ്തു? മൃഗങ്ങളെയും മറ്റു വസ്തുക്കളെയും എറിഞ്ഞിട്ടിട്ട് എന്ത് ചെയ്തു? എറിഞ്ഞിട്ടിട്ട് വേട്ടയാടി. അതാണ് മധ്യശിലായുഗത്തിലെ ഏറ്റവും പ്രത്യേകത. നമ്മൾ പ്രാചീന ശിലായുഗം പഠിക്കുമ്പോൾ നമുക്കറിയാം ഭാരമുള്ള വലിയ ആയുധങ്ങളായിരുന്നു അല്ലേ. അപ്പൊ അവർ അത്തരം കല്ലുകൾ കൊണ്ട് എറിഞ്ഞിട്ടിട്ടാണ് മൃഗങ്ങളെ വേട്ടയാടിയിരുന്നത്. മധ്യശിലായുഗമായപ്പോഴേക്കും അവര് ചെറിയ ചെറിയ ആയുധങ്ങൾ കണ്ടുപിടിച്ച് മിനുസുള്ളതും ഷേപ്പുള്ളതും കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്തു? അമ്പ് പോലെ ഉപയോഗിച്ചിട്ട് ദൂരെയുള്ള മൃഗങ്ങളെയൊക്കെ എറിഞ്ഞു വീഴ്ത്തിയിട്ടാണ് അവരെന്ത് ചെയ്തിരുന്നത്? വേട്ടയാടല് ആരംഭിച്ചിരുന്നത്. അതുപോലെ തന്നെ വേട്ടയാടിയ മൃഗങ്ങളുടെ തോല് അവർ ഉരിഞ്ഞെടുത്തിരുന്നു. എന്തിനാ? വസ്ത്രങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തിരുന്നു? മൃഗങ്ങളുടെ തോല് ഉരിഞ്ഞെടുത്തിട്ട് ഉപയോഗിച്ചിരുന്നു. ഓക്കെ,
അപ്പൊ നോക്കിയേ, പ്രത്യേക മധ്യശിലായുഗത്തില് മനുഷ്യജീവിതത്തിൽ ഉണ്ടായ പുരോഗതികളും നോക്കിയേ. എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, വേട്ടയ്ക്ക് അവരെന്തുപയോഗിച്ചു? അമ്പും വില്ലും വേട്ടയാടാന് മധ്യശിലായുഗ മനുഷ്യൻ ഉപയോഗിച്ചു. അതുപോലെ തന്നെ നായയെ ഇണക്കി വളർത്തി. നമുക്കറിയാം, വേട്ടയാടലിന് പോകുമ്പോൾ മൃഗങ്ങളുടെ സാന്നിധ്യം അറിയാൻ വേണ്ടിയിട്ട് പണ്ട് കാലത്തുള്ളവർ എന്തുപയോഗിച്ചിരുന്നു? നായേനൊക്കെ ഉപയോഗിച്ചിരുന്നല്ലേ. അപ്പൊ ഇത്തരം നായേന ഉപയോഗിക്കുന്ന ഒരു ശൈലി ഏത് കാലഘട്ടത്തിലാണ് വളർന്നു വന്നത്? മധ്യശിലായുഗത്തില് നായയെ ഇണക്കി വളർത്തുന്ന രീതിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ ഭക്ഷണ ഉപകരണങ്ങൾ, ആഭരണങ്ങളൊക്കെ തുടങ്ങിയവ എന്ത് ചെയ്തു? പരസ്പരം കൈമാറാൻ തുടങ്ങി. അതുപോലെ തന്നെ മരത്തടികൾ കൂട്ടിക്കെട്ടിയിട്ട് അവരെന്ത് ചെയ്തു? ജലയാത്രയ്ക്ക്, നമ്മളെ ചങ്ങാടം പോലുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ അവർ കണ്ടുപിടിച്ച് ഉപയോഗിച്ച് തുടങ്ങിയത് ഏത് കാലഘട്ടത്തിലാ? മധ്യശിലായുഗ കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ സ്ഥിരവാസം ആരംഭിച്ചു. എങ്ങനെ സ്ഥിരവാസം ആരംഭിക്കുക? എന്താണ് അവരെന്ത് ചെയ്തു? മധ്യശിലായുഗത്തിന്റെ അവസാനമായപ്പോഴേക്കും, ഫസ്റ്റ് അല്ല, നമുക്ക് ഏത് യുഗങ്ങൾ എടുത്ത് നോക്കിയാൽ ആദ്യകാലം അവസാന കാലം ഉണ്ടാവും അല്ലെ. മധ്യശിലായുഗത്തിന്റെ അവസാന കാലഘട്ടമായപ്പോഴേക്കും അവരെന്ത് ചെയ്തു? ചെറിയ രീതിയിൽ കൃഷി ആരംഭിച്ചു തുടങ്ങി. നമ്മൾ സ്വാഭാവികമായിട്ടും കൃഷി ആരംഭിക്കുമ്പോൾ നമ്മൾ അവിടെ എന്ത് തുടങ്ങും? അവിടെ താമസിക്കാൻ തുടങ്ങും. ആ കൃഷി നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ താമസിക്കാൻ തുടങ്ങും അല്ലെ. അപ്പൊ അത്തരത്തില് സ്ഥിരവാസം ആരംഭിച്ചത് ഈ മധ്യശിലായുഗത്തിന്റെ അവസാന ഘട്ടത്തിലാണ് അവര് എന്താരംഭിച്ചത്? സ്ഥിരവാസം ആരംഭിച്ചത്. അപ്പൊ എന്താണ് മധ്യശിലായുഗത്തിൽ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായ പുരോഗതിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പിക്ചറിലൂടെ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റും. അപ്പൊ അതൊന്ന് വായിച്ചു നോക്കുക. എന്തൊക്കെയാണ്? നായ ഇണക്കി വളർത്തിയിട്ടുണ്ടായിരുന്ന അവര് ആഭരണങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു, മരത്തടികൾ കൂട്ടിക്കെട്ടി ജലയാത്രയ്ക്ക് ഉപയോഗിച്ചിരുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് കൃഷി സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? സ്ഥിരവാസം ആരംഭിച്ചു. അതുപോലെ ദൂരെയുള്ള മൃഗങ്ങളെ എറിഞ്ഞ് അല്ലെങ്കിൽ വേട്ടയാടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? അമ്പും വില്ലും ഒക്കെ ഉപയോഗിച്ചിരുന്നു. അപ്പൊ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തെന്ന് വെച്ചാല് നമ്മൾ നേരത്തെ പറഞ്ഞു പ്രാചീന ശിലായുഗത്തിലെ പ്രധാനപ്പെട്ട ഒരു സൈറ്റാണ് ഏത്? ഭിംബേഡ്ക അല്ലേ. അപ്പൊ അതുപോലെ തന്നെ ഇന്ത്യയിലെ മധ്യശിലായുഗത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഏതാ നോക്കിയേ? ഏതാണ്? ബാഗർ എവിടെയാണ്? രാജസ്ഥാൻ എവിടെയാണ്? ഇന്ത്യയുടെ നോർത്താണോ സൗത്താണോ? എവിടെ രാജസ്ഥാൻ വരിക? ഇന്ത്യയുടെ മാപ്പ് ജസ്റ്റ് വെച്ച് നോക്കുമ്പോ ഇത് ഏത് ഭാഗമായിട്ട് വരും? ഇത് നോർത്ത് വരും അല്ലേ. ഇത് ഏത് ഭാഗം? നമ്മൾ കേരളമൊക്കെ വരുന്ന ഭാഗം ഏതായിട്ട് വരും? മാപ്പ് പഠിക്കുമ്പോൾ സൗത്ത് ആയിട്ട് വരും അല്ലേ. ഇതോ ഈസ്റ്റ്, ആൻഡ് ഇത് വെസ്റ്റ്. ഓക്കെ, അപ്പൊ നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ രാജസ്ഥാൻ എവിടെയായിട്ട് വരും? നോർത്ത് വെസ്റ്റ് അല്ലേ. നോർത്ത് വെസ്റ്റ് സ്റ്റേറ്റ് ആണ് എന്ത്? രാജസ്ഥാന്. അപ്പോൾ ആ നോർത്ത് വെസ്റ്റ് സ്റ്റേറ്റ് ആയ രാജസ്ഥാനിലാണ് നമുക്ക് മധ്യശിലായുഗത്തിലെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായ ബാഗർ കാണാൻ പറ്റുക. രാജസ്ഥാനിലാണ് മധ്യശിലായുഗ കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട സൈറ്റായ ബാഗർ. അടുത്ത് വരുന്ന മധ്യപ്രദേശിലെ ആദംഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്കൊരു മെസോലിത്തിക് പീരീഡിന്റെ ഒരു സൈറ്റ് അല്ലെങ്കിൽ അവിടെ ഒരു അവശേഷിപ്പ് നമ്മൾക്ക് കാണാൻ പറ്റും. മധ്യപ്രദേശ് എവിടെയാ? സെന്ററിലായിട്ട് വരും അല്ലേ. നമുക്കറിയാം വിന്ധ്യ സത്പുര പർവ്വത നിരകളാണ് നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ എന്നുള്ളൊരു ഡിവിഷൻ ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പൊ ഈ നടുക്ക് ക്യാപിറ്റൽ ഏതാ മധ്യപ്രദേശിന്റെ? ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ജസ്റ്റ് സ്റ്റേറ്റ് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഭോപ്പാലിലെ. അപ്പൊ മധ്യപ്രദേശിലെ ആദംഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് മെസോലിത്തിക് പീരീഡിലുള്ള ഒരു സൈറ്റ് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ട് നോക്കുക, ഇന്ത്യയിലെ മധ്യശിലായുഗ കേന്ദ്രങ്ങളിൽ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് ബാഗറും ആദംഗഡും ആണ്. നമ്മുടെ നോർത്ത് വെസ്റ്റിലുള്ള രാജസ്ഥാനിലുള്ള ബാഗറും നമ്മുടെ സെൻട്രൽ ഇന്ത്യയിലുള്ള ആദംഗഡും ആണ് പ്രധാനപ്പെട്ട മധ്യശിലായുഗ കേന്ദ്രങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മൾ പ്രാചീന ശിലായുഗവും പഠിച്ചു, മധ്യശിലായുഗവും പഠിച്ചു. അപ്പൊ നമുക്ക് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം നോക്കിയാലാണ് പ്രാചീന ശിലായുഗവും മധ്യശിലായുഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഉപകരണങ്ങളുടെ കാര്യം എടുത്ത് നോക്കുമ്പോൾ എന്താണ്? പരുക്കൻ ശിലായുധങ്ങളായിരുന്നു ഏത് കാലഘട്ടത്തില്? പ്രാചീന ശിലായുഗത്തിന്റെ കാലഘട്ടത്തില് എന്താണ്? പരുക്കൻ ശിലായുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. നമ്മൾ മധ്യശിലായുഗം നോക്കിയാൽ എന്താ പ്രത്യേകത? സൂക്ഷ്മമായതും കൂർത്തതുമായ ആയുധങ്ങളാണ് മധ്യശിലായുഗത്തില് ഉപയോഗിച്ചിരുന്നത്. ഇനി സ്ഥിരവാസം എന്താണ്? പ്രാചീന ശിലായുഗത്തില് സ്ഥിരവാസം ഉണ്ടായിരുന്നോ? ഇല്ല അല്ലെ. എങ്ങനെയായിരുന്നു? ഗുഹകളിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പൊ നമുക്ക് പറയാം പ്രാചീന ശിലായുഗത്തിലെ സ്ഥിരതാമസം ഇല്ലായിരുന്നു. മധ്യശിലായുഗത്തിന്റെ അവസാനമായപ്പോഴേക്കും എന്ത് തുടങ്ങിയവര്? സ്ഥിരവാസം ആരംഭിച്ചു. പിന്നെ തൊഴിലെന്തായിരുന്നു? പ്രാചീന ശിലായുഗത്തിലെ തൊഴിലെന്തായിരുന്നു പറഞ്ഞു നമ്മള്? വേട്ടയാട്, മൃഗങ്ങളെ വലിയ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് വേട്ടയാടലായിരുന്നു എന്താണ്? പ്രാചീന ശിലായുഗത്തില് ഉണ്ടായിരുന്നത്. പക്ഷേ മധ്യശിലായുഗത്തിൽ എന്താണ്? വേട്ടയാടല് വ്യാപകമായി.
അതുപോലത്തെ മൃഗപരിപാലനം ഉണ്ടായിരുന്നോ? പ്രാചീന ശിലായുഗത്തിൽ മൃഗങ്ങളെ ഉപയോഗിച്ചിരുന്നവര്? ഇല്ലല്ലേ. അപ്പൊ പ്രാചീന ശിലായുഗത്തിലെ മൃഗപരിപാലനം എന്തായിരുന്നു? ഇല്ലായിരുന്നു. നമ്മൾ മധ്യശിലായുഗം പഠിച്ചപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? അവര് നായയെ ഇണക്കി വളർത്തിയിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? വേട്ടയാടലിന് വേണ്ടിയിട്ട് നായയെ ഇണക്കി വളർത്തിയിരുന്നു. അപ്പോ ഇത്തരത്തിൽ അവര് എന്താണ് നല്ല മൂർച്ചയുള്ള അല്ലെങ്കിൽ മിനുസുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചപ്പോ എന്താ ഉണ്ടാവുക? വേട്ടയാടൽ എങ്ങനെയായിരിക്കും? വേട്ടയാടല് വ്യാപകമായി അല്ലെ, വേട്ടയാടല് കൂടി. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്തുണ്ടാവും? ഒരുപാട് ജീവികൾക്ക് വംശനാശം സംഭവിച്ചു. അവർക്ക് വേറെ ഒന്നുമില്ല, കൃഷിയോ. ഞാൻ പറഞ്ഞു ആ മധ്യശിലായുഗത്തിന്റെ അവസാനത്തിലാണ് കൃഷി തുടങ്ങുന്നത്. അതുവരെ അവർ മൃഗങ്ങളെ മാത്രം തിന്നാണ് ജീവിച്ചിരുന്നത്. ഇത്തരത്തിൽ മൃഗങ്ങളെ മാത്രം നിന്ന് ജീവിക്കുമ്പോൾ അത്രയും ജനങ്ങള് വേട്ടയാടി മൃഗങ്ങളെ മാത്രം നിന്ന് ജീവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഒരു വംശനാശം. എന്താണ് വംശനാശം? ആ ജീവി നമ്മുടെ ലോകത്ത് തന്നെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥ. നമുക്കറിയാം, നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് ജീവികൾ വംശനാശ ഭീഷണി നേരിടുന്നുണ്ട് അല്ലേ? ഏതൊക്കെയാ? നമ്മുടെ സിംഹവാലൻ കുരങ്ങനെ പോലുള്ളവര്. നമുക്കറിയാം പണ്ട് കാലത്ത് ദിനോസർ ഉണ്ട് എന്നുള്ളൊരു കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഉണ്ടായിരുന്നിരിക്കാം, അതിന്റെ ഫോസിലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടില്ലേ? അപ്പൊ അതൊക്കെ വംശനാശം സംഭവിച്ചു പോയ ജീവികളാണ്. അപ്പൊ നമുക്ക് മധ്യശിലായുഗത്തിൽ വംശനാശം സംഭവിച്ച ഒരു ജീവിയാണ് മാമത്ത് എന്ന് പറയണത്. ഒരു ആനയുടെ ഒക്കെ ഷേപ്പ് ഉണ്ടല്ലോ, നോക്കിയേ, ഒരു ആനയുടെ ഒക്കെ പോലെ ഇല്ലേ? അപ്പൊ ഈ ഒരു ജീവി അല്ലെങ്കിൽ ഈ ഒരു ആനയുടെ പോലത്തെ ഈ സംഭവം മാമത്ത് എന്ന പേര്. ഈ സംഭവം ഈ മധ്യശിലായുഗത്തിലെ വേട്ടയാടൽ കൂടിയപ്പോഴ് എന്താണ് വംശനാശം സംഭവിച്ചു പോയ ഒരു ജീവിയാണ് മാമത്ത് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ ഇപ്പൊ ഡിസ്കസ് ചെയ്തത് മധ്യശിലായുഗത്തെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ മെസോലിത്തിക് പീരീഡിനെ കുറിച്ചിട്ടാണ്. നമ്മൾ പറഞ്ഞു മെസോലിത്തിക് പീരീഡിനെ നമ്മൾ എന്താണ് സൂക്ഷ്മശിലായുഗം എന്നുള്ള പേരിലും വിശേഷിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കാരണം പ്രാചീന ശിലായുഗത്തിൽ നിന്ന് വ്യത്യസ്തമായി ഭാരമുള്ള ആയുധങ്ങൾക്ക് പകരം കല്ലുകൾ കൊണ്ടുള്ള ചെറിയ ചെറിയ മിനുസപ്പെടുത്തിയ ആയുധങ്ങൾ ഉപയോഗിച്ച ഒരു കാലഘട്ടമായിരുന്നു ഏത്? മധ്യശിലായുഗ കാലഘട്ടം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു എന്താണ് ഒരുപാട് മൃഗങ്ങളെ, നായകളെയൊക്കെ ഇണക്കി വളർത്തിയിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ എന്താണ് മാമത്തും നമ്മൾ പറഞ്ഞു. മാമത്ത് ഇവരുടെ ഇര തേടലും വേട്ടയാടലും വ്യാപകമായപ്പോൾ എന്ത് സംഭവിച്ചു? മാമത്തുകൾക്കൊക്കെ വംശനാശം സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ അവരുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ പറഞ്ഞു. അമ്പും വില്ലും ഉപയോഗിച്ചത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞത്. എങ്ങനെയാണ് അമ്പും വില്ലും ഉപയോഗിച്ചത്? കല്ലുകൾ ഉപയോഗിച്ചിട്ട് കൂർത്തായുധങ്ങൾ ഉണ്ടാക്കി കമ്പിന്റെ അറ്റത്ത് ഘടിപ്പിച്ചിട്ട് എന്തായത് ഒരു ആരോ പോലെ അമ്പ് പോലെ ഉണ്ടാക്കിയിട്ട് അവർ ദൂരെയുള്ള മൃഗങ്ങളെ കമ്പ് ചെയ്തിട്ട് ഭക്ഷണത്തിന് ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ ജസ്റ്റ് ചെറുതായിട്ട് അവരെന്ത് സ്റ്റാർട്ട് ചെയ്തു? കൃഷി സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടെ എന്തുണ്ടാവും? സ്ഥിരവാസം ആരംഭിച്ചു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു മരത്തടികളോ കൂട്ടിക്കെട്ടിയിട്ട് ചങ്ങാടം പോലുള്ള സംഭവങ്ങൾ ജലഗതാഗതത്തിന് ഉപയോഗിച്ചു. ഇതൊക്കെയാണ് മധ്യശിലായുഗത്തില് മനുഷ്യ ജീവിതത്തിനുണ്ടായ പ്രധാനപ്പെട്ട പുരോഗതികള്. പിന്നെ നമ്മൾ പറഞ്ഞു പ്രധാനപ്പെട്ട 2 സൈറ്റിനെ കുറിച്ച് പറഞ്ഞു അല്ലെ? മധ്യശിലായുഗത്തിലെ പ്രധാനപ്പെട്ട 2 സൈറ്റുകൾ ഏതൊക്കെയാ? ബാഗറും ആദംഗഡും. മറക്കരുത്, നമ്മൾ പ്രാചീന ശിലായുഗത്തിൽ ഏതാ പഠിച്ചത്? ബിംബേഡ്കർ അല്ലെ? അപ്പൊ ഇവിടെ ബാഗറും ആദംഗഡും ആണ് മധ്യശിലായുഗത്തിലെ പ്രധാനപ്പെട്ട 2 സൈറ്റുകൾ. ഓക്കെ, അപ്പൊ ഇന്നത്തെ പിന്നെ നമ്മള് ഇതുവരെ പഠിച്ച പ്രാചീന ശിലായുഗത്തെയും മധ്യശിലായുഗത്തെയും നമ്മൾ കമ്പയർ ചെയ്തിട്ട് അവരുടെ സവിശേഷതകൾ നമ്മൾ കണ്ടെത്തി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് പറയുന്നത് മെസോലിത്തിക് പീരീഡിനെ കുറിച്ചിട്ടാണ് അല്ലേ? അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ സ്റ്റോൺ ഏജിലെ പ്രാചീന ശിലായുഗം മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഇന്ന് മധ്യശിലായുഗത്തെ കുറിച്ച് പഠിച്ചു. എന്താണ് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നമ്മൾ കുറച്ച് പോയിന്റ്സ് പഠിച്ചു. സത്യം പറഞ്ഞാൽ ഈ ഒരു പോയിന്റ്സ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് പ്രാചീന ശിലായുഗം എന്നും മധ്യശിലായുഗം എന്നും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ചെറിയ പോയിന്റ് അല്ല, നമ്മളുടേതായ രീതിയിൽ എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ നമ്മൾ എപ്പോഴും പഠിക്കണം. അതാണ് സോഷ്യൽ സയൻസ് പഠിക്കുന്ന കുട്ടിയുടെ പ്രത്യേകത. അപ്പൊ നമ്മൾ ഈ ഒരു ചെറിയ പോയിന്റ്സ് പഠിക്കുക, എന്നിട്ട് നമ്മളുടേതായ രീതിയിൽ എലാബറേറ്റ് ചെയ്ത് എഴുതി പഠിക്കുക ചെയ്യണം. മെസോലിത്തിക് പീരീഡിനെ കുറിച്ച് അല്ലെങ്കിൽ മധ്യശിലായുഗത്തെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ റെഫർ ചെയ്ത് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.